ശരീരമാകുന്ന ഭവനം ക്രിസ്തുവിൽ പണിയണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്തിനാണ് ഈ ക്രിസ്തുവിൽ നമ്മുടെ ശരീരം പണിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ക്രിസ്തുവിൽ പണിയണമെന്ന് വചനം പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കാര്യം നമുക്കിന്ന് ഈ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിലായി തീർന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഇവിടെ ലോകം അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അത് പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ബൈബിള് അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നില്ലെങ്കിൽ നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല. അല്ലെങ്കിൽ ദൈവം നമുക്ക് ബൈബിളിലൂടെ അനേകം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ സ്വന്തമാക്കുന്നത് ക്രിസ്തുവിലായി തീരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണെന്നാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ എന്ന് ചിന്തിക്കുമ്പോൾ ലോകം ചിന്തിക്കുന്നത് ഇസ്രായേൽ ജനം എന്നാണ്. ഇസ്രായേൽ ജനം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇസ്രായേലർക്ക് പേരുണ്ടായത് യാക്കോബിന്റെ കഥ നമുക്കറിയാം. യാബോക്ക് കടവിനപ്പുറ നിന്ന് ഏസാവിനെ പേടിച്ച് യാബോക്ക് കടവിന്റെ അക്കരെ നിന്നു. ഇക്കരയിലേക്ക് വരുവാൻ അവന് പേടിയായിരുന്നു. അവന്റെ സമ്പത്തും അവന്റെ ഭാര്യമാരും എല്ലാം ഇക്കരെ കടന്നെങ്കിലും ഈ യാബോക്ക് കടവ് വിട്ട് ഇക്കരെ വരുവാൻ അവന് ഭയമായിരുന്നു. അങ്ങനെ ആ രാത്രിയിൽ അവൻ യാബോക്ക് കടവിൽ തനിച്ചായിരിക്കുമ്പോൾ അവനൊരു ദൂതൻ പ്രത്യക്ഷനാകുന്നുണ്ട്. അങ്ങനെ അവൻ ഈ ദൂതനുമായിട്ട് രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി. എന്നിട്ട് ഈ ദൂതനോട് അവൻ പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവസാനം ഈ ദൂതൻ അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദൂതൻ അവനോട് പറയുന്നത്, നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ പേര് ഇനി മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് നീ പേർ വിളിക്കപ്പെടും. അങ്ങനെ യാക്കോബ് ഇസ്രായേലായി തീർന്നു. അല്ലെങ്കിൽ യാക്കോബിന്റെ വിശ്വാസമാണ്, യാക്കോബിന്റെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായവരെല്ലാവരുമാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ആ ദൂതനുമായിട്ട് മല്ലിട്ടത് ദൈവവുമായിട്ടായിരുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ട് മല്ലിട്ട് ജയിച്ചവനെ ദൈവം വിളിച്ചത് ഇസ്രായേൽ എന്നാണ്. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന പേരുണ്ടായത്. അപ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വിശ്വാസം, ഈ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നവനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്രായേലുമായിട്ട് ഈ വിശ്വാസവും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നാം തിരിച്ചറിയേണ്ടത്, ഈ ക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കിയില്ലെങ്കിൽ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ്. ഈ അക്കാലത്ത് എന്ന് പറഞ്ഞാൽ നാം തിരിച്ചറിയേണ്ടത്, അക്കാലത്ത് വെച്ചാൽ കാലം ഏതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, നമുക്കറിയാം, നമ്മൾക്ക് ഇവിടെ കയ്യാലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് പരിച്ഛേദനയേറ്റ് അഗ്രചർമ്മക്കാർ എന്ന് പേര് വിളിക്കപ്പെടുന്നു. അപ്പൊ അഗ്രചർമ്മക്കാരിലൂടെ നമ്മൾക്ക് പരിച്ഛേദനയേറ്റ് നമ്മളും അഗ്രചർമ്മിക്കാരായി തീരുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, ഈ അക്കാലത്ത് ഇങ്ങനെ നമ്മൾ കയ്യാലുള്ള ഈ പരിച്ഛേദനയേറ്റ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്, ആ കാലത്താണ് നമുക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത്. അങ്ങനെ ദൈവവുമായിട്ട് ബന്ധം വരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണം. അല്ലെങ്കിൽ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീർന്നവരാണ് ഈ അക്കാലത്ത് അല്ലാത്തവർ. അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീരുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നത്
വിശ്വാസി എന്നാണ്. അവർക്കാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. അല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ പങ്കാളികളാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതുപോലെ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും നമ്മൾ പങ്കാളികളാകുന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മള് ഇതുപോലെ ഈ അഗ്രചർമ്മക്കാർ എന്ന് പേര് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. നമ്മളറിയാം, ഇപ്പൊ അപ്പോസ്തോലിക സഭകളിലാണെങ്കിൽ നമ്മള് മാമോദീസ സ്വീകരിക്കുന്നു, അങ്ങനെ നമ്മൾ സഭയിൽ അംഗമായി തീരുന്നു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലാണെങ്കിൽ അവര് നദിയിൽ സ്നാനമേറ്റ് ആ സഭയിൽ അംഗമായി തീരുന്നു. ഈ സ്നാനത്തെയാണ് ഇവിടെ അക്കാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മള് ഈ കയ്യാലുള്ള ഈ സ്നാനമേറ്റ് നമ്മള് അഗ്രചർമ്മക്കാരായി തീർന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പങ്കാളികളാകുന്നില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ പങ്കാളികളാകണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ മറ്റൊന്നാണ്. ഇവിടെ നാം കയ്യാലുള്ള ആ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ നാം സഭയിൽ അംഗമായി തീരുന്നു. എന്നാൽ ദൈവത്തിന്റെ സഭയിൽ നമ്മൾ അംഗമായി തീരുന്നില്ല. ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നാം ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ സത്യവചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ സഭയിൽ അംഗമാകുന്നത്. അങ്ങനെ ആ സഭയിൽ അംഗമായി തീരുമ്പോഴാണ് നമുക്ക് ദൈവത്തോടൊപ്പം കൂട്ടായ്മയുണ്ടാകുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്താലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, നമ്മൾ ഈ കയ്യാലുള്ള സ്നാനമേറ്റ, അല്ലെങ്കിൽ അതിനെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അപ്പൊ ഈ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് അല്ലെങ്കിൽ സ്നാനമേറ്റതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സഭയിൽ അംഗമാകുന്നില്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, പുറമെ പരിച്ഛേദനയേറ്റവനല്ല യഹൂദൻ, പിന്നെയോ ഹൃദയത്തിൽ ആത്മാവിലുള്ള പരിച്ഛേദനയേറ്റവനാണ്. അപ്പൊ വചനം പഠിപ്പിക്കുന്നത്, നമ്മള് ഈ സ്നാനത്തിലൂടെ, അല്ലെങ്കിൽ അപ്പോസ്തലിക സഭകളിലാണെങ്കിൽ നമ്മൾ മാമോദീസയിലൂടെ സഭയിൽ അംഗമായി തീരുന്നു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നമ്മൾ ഏതെങ്കിലും നദിയിൽ സ്നാനമേറ്റ് സഭയിൽ അംഗമായി തീരുന്നു. ആ സ്നാനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഹൃദയ പരിച്ഛേദനയാണ്. ഹൃദയ പരിച്ഛേദന എന്ന് വെച്ചാൽ അത് ആത്മീയതയിലൂടെ ഹൃദയത്തിലുണ്ടാകുന്ന പരിച്ഛേദനയാണ്. അപ്പൊ ഇത് നാം തിരിച്ചറിയേണ്ടത്, ഈ ഹൃദയത്തിലാണ് നമുക്ക് പരിച്ഛേദന ആവശ്യം. ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവനാണ് യഥാർത്ഥ യഹൂദൻ. അവനാണ് യഥാർത്ഥ പുതിയ നിയമത്തിൽ യഥാർത്ഥ വിശ്വാസി. ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവനാണ്. അപ്പൊ യഥാർത്ഥമായിട്ട് നമുക്ക് പരിച്ഛേദന അല്ലെങ്കിൽ സ്നാനം വേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവനാണ് യഥാർത്ഥ യഹൂദൻ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ പരിച്ഛേദനയേറ്റു, നമ്മൾ സഭയിൽ അംഗമായി. ഇനി നമ്മൾ ദൈവിക സഭയിൽ, ദൈവത്തിന്റെ സഭയിൽ അംഗമാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയതയിലൂടെയുള്ള പരിച്ഛേദനയിലൂടെയാണ്. ഈ ആത്മീയതയിലൂടെയുള്ള പരിച്ഛേദന ഏൽക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലാണ് പരിച്ഛേദന ഏൽക്കേണ്ടത്. അപ്പോൾ ഹൃദയത്തിലെ ഉള്ള പരിച്ഛേദനയാണ് നമ്മൾ ഈ സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ യഥാർത്ഥ സ്നാനം നടക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ ഉള്ള സ്നാനം അത് ക്രിസ്തുവിലൂടെയുള്ള സ്നാനമാണ്. ക്രിസ്തുവിലൂടെയുള്ള സ്നാനത്തിലൂടെ നമ്മുടെ ഈ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ് നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അല്ലെങ്കിൽ ജഡശരീരം നമ്മളിൽ നിന്ന് പോയി നമ്മൾ
ആത്മീയ മനുഷ്യരായി തീരുന്നു. ജഡിക മനുഷ്യൻ മാറി ആത്മീയ മനുഷ്യനായി തീരണം. ഇതാണ് യഥാർത്ഥ പരിച്ഛേദന, അല്ലെങ്കിൽ യഥാർത്ഥ സ്നാനം ഇതാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് ഇത് നടക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ ആത്മീയതയിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിച്ഛേദനയാണ് ആവശ്യം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് റിയലി ഇറ്റ്സ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിങ്. നമ്മുടെ ഹൃദയം, പഴയ ഹൃദയം മാറി ഒരു പുതിയ ഹൃദയമായി തീരുന്നതാണിത്. ഈ പ്രോസസ്സിങ് നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ നമ്മുടെ ജഡിക ശരീരം മാറി നമ്മുടെ ആത്മീക ശരീരം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ജഡിക മനുഷ്യൻ മരിച്ച് ആത്മീക മനുഷ്യനായി തീരുന്നതാണ് യഥാർത്ഥ പരിച്ഛേദന. അത് നമ്മുടെ ഹൃദയത്തിലാണ് നടക്കേണ്ടത്. അത് ഹൃദയത്തിൽ നടക്കണമെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവിലൂടെയാണ് അത് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ പരിച്ഛേദന നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ കൂടാതെ, അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഈ പരിച്ഛേദന നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ സ്നാനം, ക്രിസ്തുവിലൂടെയുള്ള ഈ സ്നാനം നമ്മളിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയത്തിലാണ് യഥാർത്ഥ സ്നാനം നടക്കേണ്ടത്. ആ സ്നാനത്തിലൂടെയാണ് നാം ദൈവവുമായിട്ട് ബന്ധത്തിലാകുന്നത്. അങ്ങനെ ദൈവവുമായിട്ട് നമ്മൾ ക്രിസ്തുവിലൂടെ, ഈ സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവുമായി, ദൈവവുമായിട്ട് ആ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ ദൈവത്തോടൊപ്പം ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതുപോലെ ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ ക്രിസ്തുവിലൂടെ സ്നാനം ഏറ്റ് ക്രിസ്തുവിലൂടെയുള്ള പരിച്ഛേദന ഏൽക്കുന്നവരായി നമുക്ക് തീരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും അതിന് നിങ്ങളെ വഴിനടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.